നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. 2 മീഡിയം സൈസ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി, 2 നുള്ളു ജീരകപ്പൊടി, 2 നുള്ളു ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇത്രയും വേണം. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതാണ് വേണ്ടത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, പകുതി വഴന്ന് വന്നാൽ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗരം മസാല 1 നുള്ളു മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോണത്. ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലും വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി വേവണം. ഇപ്പോൾ ഇത് വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി വീണ്ടും ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിലും ഉരുളക്കിഴങ്ങിലും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദാണ്. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.